ഹലോ ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മള് ഒരു സുഹൃത്തിന്റെ കൃഷിയിടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വയൽപ്പാടാണിത്, കണ്ടില്ലേ? നീണ്ട എടുക്കുന്ന വയൽപ്പാടങ്ങളാണ്. അവിടെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അതിലേറ്റവും രസം എന്താന്ന് വെച്ചാല്, ഇവിടെ ഈ ജോലിക്കാരായി ഇന്നിപ്പോ അതില് ഞാറ് പറിക്കുന്നതും ഞാറ് നടന്നതൊക്കെ നമ്മളെ ബംഗാളികളാണെന്നുള്ളതാണ്. നമുക്ക് ആ വിഷ്വലൊക്കെ ഒന്ന് കാണാം. അതിന് മാത്രമല്ല, നമുക്ക് ബഷീറിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ എന്തുകൊണ്ടാണ് ബംഗാളികളെ ജോലിക്ക് സെലക്ട് ചെയ്തത്. നമ്മുടെ നാട്ടില് പണ്ടൊക്കെ ആദിവാസികളായിരുന്നു കൂടുതലും ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇപ്പൊ അവരൊന്നും കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ബഷീറിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്താണെന്നല്ല. നമ്മൾ ഈ വയൽപ്പാടവും അതിന്റെ ഒരു ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ, വിഷ്വല് കണ്ടല്ലേ? ഇതാണിപ്പോ നാട് പറിച്ചുകൊണ്ട് നമുക്ക് ബംഗാളിലേക്ക് പോവാം. അതിന് മുന്നേ ബഷീറിനോട് 2 വാക്ക് സംസാരിക്കാം. ഓക്കെ ബഷീർ, രാവിലെ തന്നെ തൂമ്പൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണല്ലോ അല്ലെ? അതെ അതെ, വയലിലൊക്കെ ഇറങ്ങിയാണ്. വയലിലേക്ക് ഇറങ്ങിയാണ് രാവിലെ ബഷീർ. അപ്പൊ എത്ര വർഷം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഇങ്ങനെ ഞാനിപ്പോ 10-30 വർഷത്തോളായി. നെൽകൃഷി മറ്റു കൃഷികളൊക്കെ ഉണ്ട്. ഒരു കർഷകരുടെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അവാർഡുകളൊന്നും കിട്ടിയില്ല. എങ്കിലും 20 വർഷമായിട്ട് വയലിൽ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഈ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ നമുക്ക് വയലുകളൊക്കെ ഇങ്ങനെ ഇവിടെ നമ്മൾ ജോലി ചെയ്യാൻ, പ്രത്യേകിച്ച് വയൽനാടിന്റെ നാടായ വയനാട്ടില് പണ്ടൊക്കെ നമുക്ക് ഈ കൃഷി ചെയ്യാനും കൃഷി ഇറക്കാനും അതേമാതിരി നാട് നടാനൊക്കെ നമുക്ക് ആദിവാസികളൊക്കെ നമുക്ക് വല്ലാണ്ട് കിട്ടിയിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പൊ എന്ത് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഈ ബംഗാളികളെ സെലക്ട് ചെയ്യാനുള്ള കാരണം? ബംഗാൾ പണിയ സമൂഹം, അതേപോലെ മുള്ളക്കുറുമ സമൂഹം ഒരുവിധമൊക്കെ എംപ്ലോയീസ് ആയി പോയി, ഡെവലപ്പായി. എംപ്ലോയീസ് ആയതുകൊണ്ട് അവരെ പുതിയ തലമുറ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. പിന്നെ പണിയ നായ്ക്ക വിഭാഗം കുറെ എംപ്ലോയീസ് ആയി. അതോടുകൂടി പുതിയ തലമുറ ഒന്നും ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. പിന്നെ ഈ തൊഴിലുറപ്പ് വന്നതോടുകൂടി കുറെ പേര് തൊഴിലുറപ്പിന് പോകും. പിന്നെ ഈ പണിയ വിഭാഗമാണ് വരുന്നത്. പണിയ വിഭാഗം കൂടുതലും ഇഞ്ചി കൃഷി സജീവമായതുകൊണ്ട് കർണാടകത്തിലും പോകും. അതുകൊണ്ട് പണിയ വിഭാഗം നമുക്ക് കൃഷി സ്ഥലത്തേക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ബംഗാളി സെലക്ട് ചെയ്യാൻ കാരണം. അപ്പൊ ബംഗാളികൾ എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ നെൽകൃഷി എന്ന് പറഞ്ഞാല് ഈ 1 ഏക്കർ നടണമെങ്കിൽ ആളെ ഞാറ് പറിക്കല് പണി വരും. 10 പേരെ നാട്ടിയും വരും. അതേ സ്ഥാനത്ത് ബംഗാളികള് 5 പേരുണ്ടെങ്കിൽ 1 ഏക്കർ പറിയും നാട്ടിയും കൂടി 1 ഏക്കർ കൊണ്ട് ഈ 5 പേര് കൊണ്ട് കഴിയും. അത് 1 ഏക്കർക്ക് അവർക്ക് 5500 രൂപ കൊടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയ മെച്ചം. അത് ഈ നാട്ടിപ്പണിയിൽ കൂടുതൽ പേരും ഇപ്പോൾ വെതക്ക. അപ്പം ഞാറ് നടുന്നില്ല. ഞാറ് നടാതെ വെതിച്ചിട്ട് മാത്രം കൊയ്തെടുക്കുക. അപ്പൊ അതില് നല്ല കാലാവസ്ഥ ആണെങ്കിൽ അത് സക്സസ് ആവുള്ളൂ. നല്ല കാലാവസ്ഥ ആയില്ലെങ്കിൽ അത് പുല്ല് കയറി അത് നശിച്ചു പോകും. ഇന്നത്തെ വയനാടിന്റെ ഈ കാലാവസ്ഥയിൽ അത്യാവശ്യം മഴ കുറവല്ലേ ശരിക്കും നമുക്ക് വയനാട്ടിൽ? അതെ. ഏറ്റവും നല്ലത് ഞാറ് നട തന്നെയാണ്, പറിച്ച് നട തന്നെയാണ്. ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. നമുക്ക് ബംഗാളികൾ ഇതിൽക്കൊന്നും പോയി നോക്കാം. പിന്നെ ഞാറ് ഇപ്പം വെതേല് എന്ന് പറഞ്ഞാല് നമ്മള് വയലിനെ നശിപ്പിക്കുകയും കൂടി ചെയ്യും. കാരണം നട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾക്ക് അതില് കളനാശിനി വിതറും. അതില് നട്ടിട്ട് ഒരു കളനാശിനി ശരിക്കും വയലിന്റെ ആവാസ വ്യവസ്ഥക്ക് നഷ്ടമാണ്. ആവാസ വ്യവസ്ഥ അതിലുള്ള നല്ല ജീവാണുക്കളും എല്ലാം ചത്തുപോകും. വയലിന്റെ മണ്ണും നശിച്ചു പോകും. അപ്പൊ അത് മൊത്തത്തിൽ അതൊരു ദോഷമായിട്ടുള്ള സംഭവമാണ്. ജൈവകൃഷി തന്നെയാണ് കൂടുതലും ഈ മറ്റുള്ള ഇംഗ്ലീഷ് വളങ്ങളൊക്കെ വളരെ കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലിൽ ഉണ്ടാവുന്ന ഈ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടും വരും തലമുറയ്ക്ക് കൃഷി ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ആകാശം കറുത്ത് മൂടി മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ പ്രകൃതി ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായ കാലമാണ് കർഷകന്റെ കൃഷിക്കാലം. ചെളി നിറഞ്ഞ വയലിൽ കാലുകൾ താഴ്ന്നാലും മനസ്സിൽ നിറയുന്നത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ പേരാണ് നെൽകൃഷി.
नाम क्या है क्या? हाँ? नाम क्या है आपका? मेरा है बुधन। उदान। अब ये काम करता है ये? है नाड़ के लगा के ऐसे नाट काम क्या ये। करता है? हाँ, चासी में का चाहता है। आपको उधर गांव में भी ऐसा करता है? तो गाँव में हाँ। यही काम करता है, ये काम करता यही है? काम करता है। अच्छा, केरला में ये काम अच्छा था? केरला में काम अच्छा है। अच्छा है। हाँ, कोई परवाह नहीं? नहीं नहीं। कला अच्छा काम है। हाँ, एक एकड़ में कितना आदमी लोग एक दिन में कितना आदमी लोग करना क्या करेगा? 2 एकड़ 2.5 एकड़ 3 एकड़ कुछ में नाड़ अच्छा होगा तो हाँ, 2.5-3 एकड़ हो गया, और नाड़ गड़बड़ हो गया तो 2 एकड़ बड़ा ऐसे करा- ऐसे हो गया। अच्छा, नाड़ आका अच्छा। तो काम है अभी केरला में? कल न जैसे कल। काम है? हाँ, केरला में अच्छा ऐसा- काम है ना। ऐसे काम है? काम है, पैसा ज्यादा है, पैसे ज्यादा है? ज्यादा है। बंगाल से अच्छा, थोड़ा सा पैसा केरला कम। में कमी है? हाँ। ഓക്കെ, താങ്ക് യു. ചെളിയും മഴയും കാറ്റും ഇതൊന്നും കർഷകന് തടസ്സങ്ങളല്ല. പ്രകൃതിയോടൊപ്പം ജീവിക്കാനും പ്രകൃതിയെ വിശ്വസിക്കാനും പഠിച്ചവരാണ് അവർ. ഇന്ന് പല വയലുകളും നികത്തപ്പെട്ട് കരയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും ചിലർ ഇന്നും ഈ മണ്ണിനെ കൈവിടുന്നില്ല. കാരണം അവർക്ക് കൃഷി ഒരു തൊഴിലല്ല, ജീവിതമാണ്. പച്ചയായ ജീവിതം. ഇതേ വയലിൽ കുറച്ച് ദൂരെയായിട്ട് ഇതേ അവിടെ കാണുന്നുണ്ട് കേട്ടോ, കുറച്ച് പേര് ഇതേപോലെ തന്നെ തൊഴിലെടുക്കുന്നവരാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ. ഈ പച്ചപ്പും ഈ വയലുകളും ഈ മഴയും നിലനിൽക്കണം. കാരണം വയൽ ജീവിച്ചാൽ മാത്രമേ പ്രകൃതി ജീവിക്കൂ, പ്രകൃതി ജീവിച്ചാൽ മാത്രമേ മനുഷ്യനും ജീവിക്കൂ. ചെളിയിൽ മണിക്കൂറുകളോളം നിന്ന് മഴയും വെയിലും ഒരുപോലെ ഏറ്റുവാങ്ങി ക്ഷമയോടെയും കരുതലോടെയും കർഷകർ ഞാറ് നടന്നു. ആ അധ്വാനത്തിന്റെ ഫലമാണ് പിന്നീട് സ്വർണ്ണ നിറത്തിൽ കതിരണിയുന്ന വയലുകൾ. ഒരു ഞാറ് ശരിയായ അകലത്തിൽ നടുന്നതിൽ പോലും ഒരു ശാസ്ത്രമുണ്ട്. അതാണ് ചെടി നന്നായി വളരാനും കൂടുതൽ വിളവ് ലഭിക്കാനും സഹായിക്കുന്നത്. ഇന്ന് പലരും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഞാറ് നടുന്നത്. എങ്കിലും പല ഗ്രാമങ്ങളിലും ഇന്നും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പാട്ടുപാടി ഞാറ് നടന്ന കാഴ്ചകൾ കേരളത്തിന്റെ, വിശിഷ്ട വയനാടിന്റെ കാർഷിക സംസ്കാരത്തിന്റെ മനോഹരമായ ഓർമ്മകളാണ്. നമ്മുടെ ഭക്ഷണമേശയിലെ ഓരോ അരിമണിയുടെയും പിന്നിൽ ചെടിയിൽ നനഞ്ഞ കർഷകന്റെ കൈകളും മഴ നനഞ്ഞ വയലുകളും അനേകം ദിവസങ്ങളിലെ കഠിനാധ്വാനവും ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോ തവണയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും അത് വിളയിച്ച കർഷകനെ ഓർക്കാം. മഴ പെയ്തുകൊണ്ടേയിരിക്കും, കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും, കർഷകന്റെ കൈകൾ നിർത്താതെ ഞാറ് നട്ടുകൊണ്ടേയിരിക്കും. ഈ കാഴ്ച പ്രകൃതിയും മനുഷ്യനും ചേർന്നെഴുതുന്ന ഏറ്റവും മനോഹരമായ കവിതയാണ്. ഇന്ന് ചെളിയിൽ നട്ട ആ ചെറിയ ഞാറുകൾ നാളെ പച്ചപ്പായി വിരിഞ്ഞ് പിന്നീട് സ്വർണ്ണ നിറമുള്ള കതിരുകളായി മാറും. ആ കതിരുകളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മഴയുടെ അനുഗ്രഹവും മണ്ണിന്റെ മണവും കർഷകന്റെ വിയർപ്പുമാണ്. വയലിന്റെ പച്ചപ്പ് നിലനിൽക്കട്ടെ, മഴയുടെ അനുഗ്രഹം തുടരണേ, കർഷകന്റെ കൈകൾ ഒരിക്കലും ശൂന്യമാകാതിരിക്കട്ടെ. കാരണം ഈ മണ്ണ് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതവും ജീവിക്കൂ. അപ്പോൾ ഗൈസ്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവല്ലേ. പറ്റുമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. എന്നാൽ ഞാൻ വിടുന്ന വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടും ഈ ഷെയറും ഒരുപാട് നന്ദി.
താങ്ക് യു ഓൾ.